PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഷയമാണ് 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യസമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് ഒന്നാം സ്വാതന്ത്ര്യസമരത്തിനുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ സമരം മഹാവിപ്ലവം, ഇന്ത്യൻ സമരം, ശിപായി ലഹള, 1857-ലെ കലാപം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ തുടർന്ന് കാണുക. അതിനു മുന്ന് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തായിരിക്കാം സമരത്തിലേക്ക് നയിച്ച സാഹചര്യം? 1757 പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചത് മുതൽ ഇന്ത്യക്കുമേൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യം ഉണ്ടായിരുന്നു. അന്നത്തോടെ ഭരണം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട അടിസ്ഥാന തൊഴിൽ വർഗത്തിൽപ്പെട്ടവരും കർഷകരും ബ്രിട്ടീഷിനെതിരെ ആയിരുന്നു. ചെറിയ രീതിയിലുള്ള ജനപ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണരംഗത്ത് ബ്രിട്ടീഷുകാരുടെ തന്നിഷ്ടപ്രകാരമുള്ള മറ്റൊരു നടപടിയായിരുന്നു ഭരണഭാഷാ സ്ഥാനത്ത് നിന്ന് പേർഷ്യനെ ഒഴിവാക്കി ഇംഗ്ലീഷിനെ പ്രതിഷ്ഠിച്ചത്. മിഷനറികളുടെ പ്രവർത്തനങ്ങളിലൂടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ തുടക്കമിട്ടു. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സൃഷ്ടിച്ചത്. ഇതെല്ലാം തന്നെ 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഘടകങ്ങളായി കണക്കാക്കാവുന്നതാണ്. സിപ്പായികൾ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ സൈനികർക്ക് കഠിനമായ ജീവിത സാഹചര്യമായിരുന്നു. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങൾ അവരെ കലാപത്തിലേക്ക് നയിച്ചു. ശിപായിമാരെ കൂടാതെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടും എന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരും സമരത്തിന് നേതൃത്വം കൊടുത്തു. ഒരു യുദ്ധത്തിനു കാരണം പശുവും പന്നിയുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ബ്രിട്ടീഷുകാർ ക്രിസ്തുമതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടത്താണ് പുതിയ തരം കാട്രിഡ്ജുകൾ ഉപയോഗിച്ചുള്ള തോക്കുകൾ ശിപായികൾക്കിടയിലേക്ക് എത്തുന്നത്. ഈ കാട്രിഡ്ജിലെ വെടിമരുന്ന് തോക്കിൽ നിറയ്ക്കുന്നതിന് അതിന്റെ പൊതി സൈനികർ പല്ലുകൾ കടിച്ചുകൊണ്ട് കീറേണ്ടിയിരുന്നു. ഈ പൊതിയിലെ ഗ്രീസ് മുസ്ലിം അശുദ്ധമായി കരുതുന്ന പന്നിയുടേതും ഹിന്ദുക്കൾ പരിശുദ്ധമാണെന്ന് പരിഗണിക്കുന്ന പശുവിന്റേതുമാണെന്ന ധാരണ അവരെ രോഷാകുലരാക്കി. കൂടാതെ ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് വാർത്തയും പറഞ്ഞു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 34-ാം ബംഗാൾ റെജിമെന്റിലെ ശിപായിയായിരുന്നു മംഗൾ പാണ്ഡെ. ഒരു തികഞ്ഞ ഹിന്ദു വിശ്വാസിയായിരുന്ന മംഗൾ പാണ്ഡെ പുതിയ തരം കാട്രിഡ്ജ് ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പലരും അദ്ദേഹത്തെയാണ് കണക്കാക്കുന്നത്. മെയ് 10-ന് മീററ്റിൽ വൻതോതിലുള്ള കലാപം നടന്നു. ശിപായികൾ കന്റോൺമെന്റ് തകർക്കുകയും 50ഓളം ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് 300ഓളം പേരടങ്ങുന്ന ഇവർ ഡൽഹിയിലേക്ക് നീങ്ങി. മുഗൾ രാജാവ് ബഹദൂർ ഷാ സഫറിന് പിന്തുണ പ്രഖ്യാപിച്ചു. ദില്ലി കലാപകാരികളുടെ കേന്ദ്ര സ്ഥാനമായും മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ യഥാർത്ഥ ഭരണാധികാരിയായി അംഗീകരിക്കുകയും ലഹളയ്ക്ക് സഫറിന്റെ മൗനാനുവാദം ലഭിക്കുകയും ചെയ്തതോടെ വെറും പട്ടാള ലഹളയായി തുടങ്ങിയ ഈ സംഭവത്തിന് വലിയ രാഷ്ട്രീയ മാനം കൈവന്നു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. ഓരോ സ്ഥലത്തും കലാപം നയിച്ചത് ആരെല്ലാമാണെന്ന് നോക്കാം. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ ഖാൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരായിരുന്നു സമരം നയിച്ചത്. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ രംഗൂണിലേക്ക് നാടുകടത്തി. 1857-ലെ സമരം എന്തുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്?
ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടക മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇന്ത്യക്കാരിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രോത്സാഹിപ്പിച്ചത് ഈ ഐക്യം തന്നെയായിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഭരണ സംവിധാനത്തിൽ വന്ന മാറ്റമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തരഫലം. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അതായത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ കാലഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചുവെന്നാണ് കണക്ക്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.